ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 നമ്മൾ ഐസോബാസ് വരെ എടുത്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ. അപ്പം ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ നോട്ട്സൊക്കെ തയ്യാറാക്കി തന്നെ പഠിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മിസ് കൂടുതൽ നോട്ട്സിൻ്റെ രൂപത്തിലായിട്ട് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരുന്നത്. അപ്പം നോട്ട്സൊക്കെ തയ്യാറാക്കി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. ചില ലാറ്റിറ്റ്യൂഡ്സിൽ നമ്മുടെ അന്തരീക്ഷ മർദ്ദം എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും അല്ലേ. നമ്മുടെ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം ഒരേപോലെ സെയിം ആയിരിക്കും. അപ്പോൾ അന്തരീക്ഷ മർദ്ദം ചില ലാറ്റിറ്റ്യൂഡ്സിൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചില ലാറ്റിറ്റ്യൂഡ്സിൽ യൂണിഫോം ആയിരിക്കും. ബേസ്ഡ് ഓൺ ദാറ്റ് ദ എർത്ത് സർഫസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ഡിഫറെൻറ്റ് പ്രഷർ, നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. മെയിനായിട്ട് 4 പ്രഷർ ബെൽറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് 4 വീതമുണ്ട്. ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഒന്നും കൂടി പറഞ്ഞ് മനസ്സിരുത്തി നോക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവ 4ഉമാണ് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ 4ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ, സബ് ട്രോപ്പിക്കൽ, സബ് പോളാർ, പോളാർ. അപ്പോൾ ഇവയ്ക്ക് ലോ ആണ് ഹൈ ആണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് പഠിക്കണം അല്ലേ. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. പിക്ചർ കണ്ടോ നിങ്ങൾ? പ്രഷർ ബെൽറ്റിൻ്റെ പിക്ചർ കണ്ടോ? നമ്മുടെ ഭൂമിയെ ലാറ്റിറ്റ്യൂഡ്, എന്താ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ലാറ്റിറ്റ്യൂഡ്സ് ആർ ആൻ ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ പാസിങ് ഹൊറിസോണ്ടലി അല്ലേ. നമ്മുടെ ഭൂമിയിലൂടെ ഹൊറിസോണ്ടലി പാസ് ചെയ്യുന്ന ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇമാജിനറി ലൈൻസ് ആണ്. ശരിക്കും അങ്ങനെ ഒരു ലൈൻസ് ഉണ്ടോ? ഇല്ല, ഇമാജിനറി ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങളിവിടെ കണ്ടോ നമ്മുടെ പ്രഷർ ബെൽറ്റ്സിനെ? അപ്പം പ്രഷർ ബെൽറ്റിന് നമ്മൾ പറഞ്ഞു 4 എണ്ണാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എത്രയാണ്? 4 എണ്ണാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഫസ്റ്റത്തെ നമ്മൾ പഠിക്കേണ്ട ബെൽറ്റാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഏതാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പം നമ്മുടെ എർത്തിനെ സെൻറ്റർ പാർട്ടിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഭൂമിയെ 2ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പം ഭൂമിയുടെ സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ പാസ് ചെയ്യുകയാണ്. അതിൻ്റെ പേരെന്താ അറിയോ? ഇക്വേറ്റർ ആണ് അല്ലേ. നമ്മുടെ ഭൂമിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണ് ഇക്വേറ്റർ. അതിന് നമ്മൾ ഭൂമധ്യരേഖ എന്നൊക്കെ പറയും അല്ലേ. ഭൂമധ്യരേഖ മലയാളത്തിൽ പറയും. എത്ര ഡിഗ്രിയാണ് ഇക്വേറ്റർ? 0 ഡിഗ്രിയാണ്. ഇക്വേറ്റർ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടോ? ഈ ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള ബെൽറ്റാണ് ഏത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്തിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയാണ്. അപ്പോൾ അതിനുശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് 30 ഡിഗ്രിയിൽ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതിന് തൊട്ട് താഴെ, നമ്മുടെ ഇക്വേറ്ററിന് തൊട്ട് താഴെ സെയിം തന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇവ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് ശേഷം മുകളിലായിട്ട് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. എന്താണ്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലും സെയിം സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ് കേട്ടോ. 60 ഡിഗ്രിയാണ്. അതിൻ്റെ ശേഷം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാം നമ്മുടെ പോൾ, നോർത്ത് പോൾ, സൗത്ത് പോളൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്. അപ്പോൾ നോർത്ത് പോളിൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. 90 ഡിഗ്രി നോർത്താണ്. അപ്പം നമ്മുടെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഏതാണ്?
പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് താഴെ സൗത്തിലും പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ജസ്റ്റ് നമ്മൾ അതിനെ എങ്ങനെയാണ് വരച്ചത് എന്ന് മാത്രമാണ് നോക്കിയത്. ഇനി ഓരോന്നും അതെങ്ങനെയാണ് ഹൈ ആയത് ലോ ആയതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ, നമുക്ക് പഠിക്കാം. അപ്പം ഫസ്റ്റ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് പറയുന്ന പേരെന്താണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉച്ചം എന്ന് പറഞ്ഞാൽ ഹൈ എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതുപോലെ തന്നെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇവയൊക്കെയാണ് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ 4. ഇനി നമ്മൾ ഓരോന്ന് വീതം പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വേണം നോക്കാം. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദിസ് ഇസ് ദ സോൺ വെർ ദ സൺസ് റേസ് fall vertically throughout the air. Hence the temperature will be high in this zone all through the year. The air expands due to the sun's heat and rises up on a massive scale. This is the reason for the low pressure experienced throughout this zone. Okay, നോക്കാം, പിക്ചർ വെച്ചിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ കണ്ടോ നിങ്ങൾ? ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഈ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് നേരെയായിട്ട് നിങ്ങൾ സൂര്യനെ ഒന്ന് ഇമാജിൻ ചെയ്തേ. ഈ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ അടുത്ത് ആരുണ്ട്? നമ്മുടെ സണ്ണുണ്ട്. ഈ സണ്ണിൻ്റെ റേസ് നേരെ കിട്ടുന്ന ഭാഗമാണ് ഇവിടെ. നമ്മൾ ഇക്വേറ്ററിൻ്റെ നേരെ നമ്മൾക്കറിയാം സണ്ണിൻ്റെ റേസ് കറക്റ്റ് കിട്ടുന്ന ഭാഗം എവിടെയാണ്? ഇക്വേറ്ററിൻ്റെ നേരെയാണ്. അപ്പോൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് സണ്ണിൻ്റെ റേസ് കറക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സണ്ണിൻ്റെ റേസ് കിട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അവിടെയുള്ള എയർ എന്താകും? നമ്മൾ പഠിച്ചതാണല്ലേ, അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എയർ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മുകളിലോട്ട് മാസീവ് സ്കെയിലിൽ മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് ഓർക്കുക. നമ്മുടെ സണ്ണിൻ്റെ റേസ് നേരിട്ട് കിട്ടുന്ന ഭാഗമാണ് ഏത്? നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ നിന്ന് ചൂട് കൂടുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ അവിടെയുള്ള അവിടെയുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പം നമ്മുടെ ഇക്വേറ്റോറിയൽ റീജിയനിൽ എന്ത് കുറയും? നമ്മുടെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുകൊണ്ടാണ് അവിടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? നമ്മൾ പഠിച്ചതാണല്ലേ, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. 3 ഫാക്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമ്പോൾ എന്ത് കുറയും? ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഇവിടെ സണ്ണിൻ്റെ റേസ് നേരിട്ട് കിട്ടുന്ന ഭാഗമാണ് ഇക്വിറ്റോറിയൽ റീജിയൻ. അതുകൊണ്ട് തന്നെ ഈ സണ്ണിൻ്റെ റേസ് നേരെ കിട്ടുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടും, അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ് നമ്മളവിടെ അറിയാം. എന്താണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ്. ഇനി നോക്ക്, എന്തൊക്കെ പോയിന്റ്സ് ആണ്? ആദ്യത്തെ പോയിന്റ്സിൽ നമ്മൾ പറയുന്നു, ദിസ് ഇസ് ദ സോൺ വെയർ ദ സൺസ് റേസ് fall vertically throughout the year. വർഷം തോറും അവിടേക്കാണ് കറക്റ്റായിട്ട് നമ്മുടെ സൂര്യൻ്റെ റേസ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്താകും? ടെമ്പറേച്ചർ വിൽ ബി ഹൈ അല്ലേ? ടെമ്പറേച്ചർ അവിടെ കൂടും. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ് എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് അല്ലേ, ഡ്യൂ ടു സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ട് എയർ എക്സ്പാൻഡ് ചെയ്ത് അത് മുകളിലോട്ട് മാസീവ് സ്കെയിലായിട്ട് പൊങ്ങിപ്പോവും. ദിസ് ഇസ് ദ റീസൺ ഫോർ ദ ലോ പ്രഷർ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദി സോൺ. ഇതാണ് എന്തിന് കാരണമാവുന്നത്? നമ്മുടെ ഇക്വിറ്റോറിയൽ പ്രഷർ ബെൽറ്റ് ലോ പ്രഷർ ആവാൻ കാരണം. മനസ്സിലായോ? The equatorial low pressure belt is situated between 5 degrees north and south latitudes. Okay, as the air in the zone ascends on a large scale, winds are very feeble here. ഇനി നമ്മൾ നോക്കൂ, ഈ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 0 ഡിഗ്രിയിൽ തൊട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു 5 ഡിഗ്രി വരെ നോർത്തും, അതുപോലെ താഴെ നിങ്ങൾ കണ്ടോ 0 ഡിഗ്രിയും തൊട്ട് താഴെയായിട്ട് ഒരു 5 ഡിഗ്രി സൗത്തും, അത്രയും ഭാഗമാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 0 to 5 ഡിഗ്രി വരെയാണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ലോ പ്രഷർ ആവുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല? എയർ ഉണ്ടാകുമ്പോഴേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ കാറ്റ് ഉണ്ടാവുള്ളൂ, വിൻഡ് ഉണ്ടാകുള്ളൂ അല്ലേ? അപ്പം ഈ സമയത്ത് ഇവിടെ വിൻഡ് കുറയാണ് ചെയ്യുന്നത്. അപ്പം വിൻഡ് ഫ്രീബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇക്വിറ്റോറിയൽ ഏരിയ. അതുകൊണ്ട് തന്നെ ആസ് എ എയർ ഇൻ ദിസ് സോൺ ascends on a large scale, winds are very feeble here.
വിൻഡ്സ് വളരെ കുറവാണ്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോൾഡ്രം. അതുകൊണ്ട് തന്നെ ഈ പ്രഷർ ബെൽറ്റിന് നമ്മൾ മറ്റൊരു പേരെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഡോൾഡ്രം. എന്തുകൊണ്ടാണ് ഡോൾഡ്രം എന്ന് പറയാൻ കാരണം? മീനിങ് ദ സോൺ വിത്ത് നോ വിൻഡ്സ്. ദ റീജിയൻ വാസ് എ നൈറ്റ് മെയർ ഫോർ ദ ആൻഷ്യൻ മറൈനേഴ്സ്. അപ്പം ഈ പ്രഷർ ബെൽറ്റ്, ഇക്വിറ്റോറിയൽ പ്രഷർ ബെൽറ്റിന് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഡോൾഡ്രം എന്ന പേരിലും അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ദ സോൺ വിത്ത് നോ വിൻഡ്സ്, കാറ്റില്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അത്രയും കുറവാണ്, അവിടെ കാറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഏരിയയെ നമ്മൾ എന്ത് പറയും? ഡോൾഡ്രം എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറൈനേഴ്സ്, കപ്പലിലെ നമ്മുടെ ഷിപ്പിലെ മറൈനേഴ്സിനൊക്കെ അത് എന്തായിരുന്നു? ഒരു നൈറ്റ് മെയർ ആയിരുന്നു എന്ന് പറയാം. കാരണം പണ്ട് കാലത്തൊക്കെ ഈ ഷിപ്പിലെ മറൈനേഴ്സിനൊക്കെ അവർ ഷിപ്പൊക്കെ യാത്ര ചെയ്യുമ്പം അവർ കാറ്റിൻ്റെ ദിശയിലാണ് അല്ലേ, കാറ്റിൻ്റെ ദിശയിലാണ് അവർ കൂടുതലായിട്ട് പോയിരുന്നത്. അപ്പം അവിടെ കാറ്റ് വിൻഡിൽ കുറവായതുകൊണ്ട് തന്നെ ആ റീജിയന് ആൻഷ്യൻ മറൈനേഴ്സിന് ഒരു നൈറ്റ് മെയർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആണോ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? ഒന്നുകൂടി പറയണോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് കാരണം നമ്മൾ പറയുന്നത് ഈ ഇക്വേറ്ററിന് നേരെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ നേരെയായിട്ടാണ് സൂര്യൻ്റെ റേസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെയുള്ള എയർ എന്താകും? എക്സ്പാൻഡ് ചെയ്തിട്ട് അത് മുകളിലോട്ട് പൊങ്ങും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പം അവിടെ എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പൊങ്ങും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കുറയും? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. നമുക്ക് അറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുകൊണ്ട് തന്നെ ഇക്വേറ്റോറിയൽ റീജിയനെ നമ്മൾ ലോ പ്രഷർ റീജിയൻ എന്നാണ് പറയുന്നത്. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ആണ്, ലോ പ്രഷർ ബെൽറ്റ് ആണ്. എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് വരെയാണ് ഇതുള്ളത്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 0 to 5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെയാണ്. ഈ പ്രഷർ ബെൽറ്റിനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഡോൾഡ്രം. എന്താണ് ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ? ദ സോൺ വിത്ത് നോ വിൻഡ്സ്, വിൻഡ് ഇല്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആൻഷ്യൻ മറൈനേഴ്സിന് ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അതേതാണ്? നമ്മുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് റീജിയൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. സബ് ട്രോപ്പിക്കൽ എങ്ങനെ ഹൈ പ്രഷറായി? സാധാരണ നമ്മൾ വിചാരിക്കും ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെമ്പറേച്ചർ കൂടുതലുള്ള ഏരിയ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയല്ലേ ചെയ്യേണ്ടത്, അപ്പോൾ അവിടെ ലോ പ്രഷർ ആവണ്ടേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നോക്ക്, ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് cools gradually and subsides at the subtropical zone due to the rotation of the earth. നമുക്ക് പിക്ചർ വെച്ച് നോക്കാം. നിങ്ങൾ കണ്ടോ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തത് 30 ഡിഗ്രിയിലാണ് കേട്ടോ. അപ്പോൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നമ്മൾ നേരത്തെ പഠിച്ചു, അവിടെയുള്ള എയർ, ഹോട്ട് എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് പൊങ്ങുന്നുണ്ട്. ഓക്കെ, ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് പൊങ്ങും. ആ എയർ ഹോട്ടാണെന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ ഈ ഹോട്ട് എയർ മുകളിലോട്ട് പൊങ്ങുന്ന സമയത്ത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലെത്തുന്ന സമയത്ത് അവിടെ കൂൾ ഡൗൺ ചെയ്തിട്ട് സബ്സൈഡ് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സബ് ട്രോപ്പിക്കൽ ബെൽറ്റിൽ നിൽക്കുകയാണ്. അപ്പം രണ്ട് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ടും പോകും, അതുപോലെ സതേൺ ഹെമിസ്ഫിയറിലും പോയിട്ട് അതെവിടെ? നമ്മുടെ സബ് ട്രോപ്പിക്കൽ ബെൽറ്റിൽ പോയി തങ്ങി നിൽക്കും. ഓക്കെ, അപ്പം ഇവിടെയുള്ള ആദ്യം നമുക്കറിയാം സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ആദ്യം എന്തുണ്ട്? എയർ ഉണ്ട്. പിന്നെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് വന്നിട്ടുള്ള എയർ കൂടി എവിടേക്ക് പോവുകയാണ്? നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലോട്ട് പോവുകയാണ്. അപ്പം ആദ്യം അവിടെയുള്ള എയറും ഉണ്ട്, പിന്നെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് വന്ന എയറും ഉണ്ട്. അപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമോ? എയർ കൂടുമല്ലേ? എയർ കൂടുമ്പോൾ നമ്മൾ പറയും എന്താ? എയറിൻ്റെ വെയിറ്റിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം സബ് ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതൽ എയറായി, അവിടുത്തെ എയറും ഉണ്ട്, ഇക്വിറ്റോറിയൽ റീജിയനിലുള്ള എയറും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി അവിടെ ഹൈ പ്രഷർ റീജിയൻ ആവും. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയിട്ടില്ലേ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ആദ്യമേ അവിടെ എയർ ഉണ്ട്. നമ്മുടെ ഇക്വിറ്റോറിയൽ നിന്നിട്ട് വരുന്ന എയർ കൂടി അത് എവിടേക്ക് വന്ന് സബ്സൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ സബ്സൈഡ് ചെയ്യാണ്. അപ്പോൾ രണ്ട് കൂടി അവിടെ ഹൈ പ്രഷർ റീജിയൻ ആവും. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കഴിഞ്ഞാൽ അടുത്തത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്?
സബ് പോളാർ നമുക്ക് വിചാരിക്കും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. പോളാർ റീജിയന് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ഏരിയ ആണ് അല്ലേ. പോളാർ എന്ന് പറയുമ്പോൾ നമ്മൾ പോളാർ ബിയർ എന്നൊക്കെ പറയുന്ന സമയത്ത് നല്ല കോൾഡ് റീജിയൻസിലുള്ളതാണ്. അപ്പോൾ സബ് പോളാർ എങ്ങനെ ലോ പ്രഷറായി? ഇവിടെ ടെമ്പറേച്ചർ തണുപ്പുള്ള സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ടെമ്പറേച്ചർ കുറയുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയല്ലേ വേണ്ടത്. പക്ഷെ ഇവിടെ കുറഞ്ഞല്ലോ. എന്താ സംഭവിച്ചേ? അത്രയേ ഉള്ളൂ. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ ദ എയർ ഈസ് കോൾഡർ ഹിയർ. എന്താണ്? ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ ദ എയർ ഈസ് കോൾഡർ ഹിയർ. അവിടെയുള്ള നമ്മുടെ പോളാർ റീജിയനോട് അടുത്ത് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എയറും നമ്മുടെ സബ് പോളാർ റീജിയനിലുള്ള എയറും കോൾഡ് ആയിരിക്കും. Though the cold air remains close to the earth, the air is thrown up due to the rotation of the earth. ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റാണ് നിങ്ങൾ നല്ലോണം അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കേണ്ടത്. എന്താണ്? ദ എയർ ഈസ് ത്രോൺ അപ്പ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഭ്രമണം കാരണം, എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം നമ്മുടെ സബ് പോളാർ റീജിയനിലുള്ള എയർ ത്രോൺ ഔട്ട് ചെയ്യപ്പെടുന്നു. എന്താണ്? ത്രോൺ ഔട്ട്. അപ്പോൾ സബ് പോളാർ റീജിയനിലുള്ള എയർ എവിടേക്ക്? പോളാർ റീജിയനിലോട്ട് ത്രോൺ ഔട്ട് ചെയ്യപ്പെടുകയാണ്. എന്ത് കാരണത്താൽ? ഭൂമിയുടെ റൊട്ടേഷൻ കാരണത്താൽ, ഭ്രമണം കാരണത്താൽ. ഓക്കെ. ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദി സബ് പോളാർ റീജിയൻ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെയെല്ലാം നമ്മുടെ സബ് പോളാർ റീജിയനിലുള്ള എയർ എന്തായി? റൊട്ടേഷൻ കാരണം ത്രോൺ ഔട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. എയർ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇവിടെ എയർ ഉണ്ടോ? സബ് പോളാർ റീജിയനിൽ എയർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ സബ് പോളാർ റീജിയൻ ലോ പ്രഷർ റീജിയൻ ആയത്. എന്താണ്? സബ് പോളാർ റീജിയൻ ലോ പ്രഷർ ആയത്. ഒന്നുകൂടി ഓർത്ത് നോക്കിയേ. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആവാൻ കാരണം എന്താണ്? നമുക്കറിയാം പോളാർ റീജിയനോട് അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൾഡാണ്, കൂടുതൽ കോൾഡാണ്. അതുകൊണ്ട് തന്നെ ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത് ദ എയർ ഈസ് ത്രോൺ അപ്പ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഭ്രമണം കാരണം അവിടെയുള്ള കോൾഡ് എയർ നമ്മുടെ പോളാർ റീജിയനിലോട്ട് ത്രോൺ ഔട്ട് ചെയ്യപ്പെടും. അപ്പം നമ്മുടെ ഇവിടെ എയർ കുറവാണ്. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുകൊണ്ട് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് വൺ ആണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എന്താണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്? നമുക്കറിയാം പോളാർ റീജിയൻ നല്ല കോൾഡ് റീജിയനാണ്, നല്ല തണുപ്പുള്ള ഭാഗമാണ്. നമ്മുടെ സബ് പോളാർ റീജിയനിലുള്ള എയർ കൂടി അവിടേക്ക് ത്രോൺ ഔട്ട് ചെയ്യപ്പെട്ടു. പോളാർ റീജിയനിലാണ് അത് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താവും? അവിടെ പ്രഷർ കൂടുകയോ കുറയോ? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. കാരണം അവിടെയുള്ള എയറും ഉണ്ട്, നമ്മുടെ സബ് പോളാർ റീജിയനിൽ നിന്ന് ത്രോൺ ഔട്ട് ചെയ്യപ്പെട്ട എയറും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോളാർ റീജിയൻ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അല്ലെങ്കിലും നമുക്ക് പറയാം പോളാർ റീജിയനിൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കൂടും. അതുകൊണ്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. നോക്ക്, ദിസ് സോൺ എക്സ്പീരിയൻസസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദി ഇയർ. ഇവിടെ നല്ല തണുപ്പുള്ള റീജിയനാണ്. ആസ് എ റിസൾട്ട് ദ എയർ റിമെയിൻസ് ചിൽഡ് അണ്ടർ ദ എക്സ്ട്രീം കോൾഡ് ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ പോൾസ് ആൻഡ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റഡി ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഹിയർ. മനസ്സിലായോ? പോളാർ ഹൈ പ്രഷറിൽ നല്ല തണുപ്പുള്ള റീജിയനാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അവിടെ പ്രഷർ എന്താകും? അവിടെ പ്രഷർ കൂടും. അതുകൊണ്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എത്ര എണ്ണം ഉണ്ട്? 4 വീതമുണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് അവസാനം പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി നമ്മുടെ അവരുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എത്രയാണെന്ന് നോക്കാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നിങ്ങൾ പറഞ്ഞേ എത്ര ഡിഗ്രി വരെയാണ്? 5 ഡിഗ്രിയാണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രി. അപ്പം നമുക്ക് SA മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കേട്ടോ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആദ്യം വരയ്ക്കുക. 0 ഡിഗ്രിയാണ്. റെഡ് കളർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലും സെയിം ആയിട്ട് എന്തുണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അവ 30 ഡിഗ്രിയാണ്. അതിന് തൊട്ട് മുകളിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലേ? നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിലും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇവ രണ്ടും 60 ഡിഗ്രിയാണ്. എൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ പോളാർ റീജിയനിൽ സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. സൗത്തിൽ സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. രണ്ടും 90 ഡിഗ്രിയാണ്. ഓർത്ത് വെക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഒന്നെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററുടെ ബാലൻസുമായിട്ട് മിസ് വരുന്നവരെ ബൈ ബൈ. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.